ഈ കൂസിന് കാട്ട ഇടാൻ കണ്ട സ്ഥലം. Good morning, sir. This is George, Thekumotil Insurance Corporation. Do you need any insurance? Why not? Thank you, sir. ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ ഇനം തെറിയാണല്ലോ. എഴുതി വെക്കാം, എവിടെയെങ്കിലും നമുക്കിത് പ്രയോജനപ്പെടും. ഇതന്നെ ഈ നാട്ടിലെ എല്ലാ സായിപ്പുമാരുടെയും തെറി വാങ്ങിച്ചോളാന്ന് വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? അതെന്നാടി എന്നെ തെറി വിളിക്കാനുള്ള അവകാശം നീ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തേക്കുവാണോ? അവന്മാരും വിളിക്കട്ടെ, ഇടയ്ക്ക് ഓരോ തെറി കേട്ടാ എന്നാ, വല്ലപ്പോഴും ഒക്കെ ഓരോ പോളിസി ഒത്തു വന്നിട്ടുണ്ടല്ലോ. ഇതെന്നാ നീ ആശുപത്രിയിൽ നിന്ന് വണ്ടിയിലല്ലേ വന്നേ, നീന്തിയാണോ വന്നേ? ദേ ഒരുമാതിരി പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ ഒരു തമാശ. പുറത്ത് ടാപ്പ് നന്നാക്കാൻ ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നു, കാലൊന്ന് കഴുകാൻ പോയതിൻ്റെ ആയി കാണുന്നത്. എടി, ആ ടാപ്പിൻ്റെ ഇടതുവശത്ത് നിന്നേ അത് തുറക്കാവുള്ളൂ നിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നല്ലേ. നീ പിന്നെ എന്തിനാ അതിൻ്റെ ഇപ്പുറം ഒന്ന് തുറക്കാൻ പോയത്? പിന്നെ കള്ളനെ പിടിക്കുന്ന പോലെയല്ലേ ടാപ്പ് തുറക്കുന്നത്. ഒരു $10 കാര്യമല്ലേ ഉള്ളൂ അതൊന്ന് മാറ്റി വെക്കാൻ. അതിൻ്റെ അടിയിലോട്ട് മുഴുവൻ ദ്രവിച്ചിരിക്കുക. ഇപ്പം അത് മാറ്റാൻ പോയാൽ $100 ചിലവാകും. തന്നെയല്ല, നമ്മൾ ഈ പുല്ല് നനയ്ക്കാൻ വേണ്ടി മാത്രമല്ലേ ആ ടാപ്പ് തുറക്കണുള്ളൂ. അതങ്ങ് ഓടുന്നിടത്തോളം ഓടട്ടെ. ഓടുന്നിടത്തോളം ഓടിച്ചോടിച്ച് ഈ വീട് ഒരു ദിവസം താഴെ വീഴുന്ന കാണാം. ആ ഷവറിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ടോയ്ലറ്റിൽ വെള്ളം പോകുന്നു, ഇൻഷുറൻസ് എന്നും പറഞ്ഞ് ഈ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ ഈ വീട്ടിലെ 2 കാര്യം ചെയ്താൽ അത്രയിലും ആവില്ലേ? നീ ഒന്ന് അടങ്ങ്, നാളെ തന്നെ ശരിയാക്കിയേക്കാം. ഈ 5 എണ്ണമൊക്കെ കെട്ടി ജീവിക്കുന്നവനെ അമ്പലം കെട്ടി പൂജിക്കണം. ഷവർ, പിന്നെ എന്നാ ഉള്ളേ? കോളിംഗ് ബെല്ല്, അതിൽ ഷോക്ക് അടിക്കുന്നെന്ന് എത്ര പേരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നും അത്തേ ഞെക്കണതാ, എനിക്ക് ഒരു ഷോക്കും അടിക്കാറില്ല. കഴിഞ്ഞ ദിവസം ജോണിൻ്റെ അപ്പം വന്ന് ബെല്ലടിച്ചപ്പോൾ ഞാൻ പോയി തുറന്നു. പാവം, അങ്ങേര് ഷോക്ക് അടിച്ചിട്ട് അങ്ങേരുടെ ആ നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. ഇനിയും വല്ലവരെ ആശുപത്രി അഴിച്ചിട്ട് വേണം ഇനി ഇത് മാറ്റാൻ. എടി, ഇവിടുത്തെ കറണ്ട് നാട്ടിലെ പോലെ 220 അല്ല, വണ്ടന. ഇതടിച്ച ഒരു കാക്ക ചാകിയല്ല. പിന്നെ ആ ജോണിൻ്റെ അപ്പൻ പെണം കണ്ട ഡോർബെല്ല്. ഇനി ഓവർ ഹെഡ് പൈപ്പ്, അവിടെ മേളിൽ വല്ലവരും കുളിക്കാൻ കയറിയാൽ പിന്നെ നമ്മൾ ഇവിടെ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. സൂന്നുള്ള ശബ്ദമാണ് എപ്പോഴും. ഓവർ ഹെഡ് പൈപ്പ്. ഇനി വല്ലതും ഉണ്ടോ? ആ ഡോറ്, അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത പട്ടിയെ കല്ലെറിഞ്ഞ പോലെയുള്ള കരച്ചില്ല. ഒന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും ആ ഡോറൊന്ന് തുറക്കുന്നത്. അവിടെ തീർന്നു എൻ്റെ ഉറക്കം. പിന്നെ മതി മതി മതി, ഇനി നീ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. ഇത് തന്നെ 1 കൊല്ലം ചെയ്യാനുള്ള പണിയുണ്ട്. മാഡം ഒരു കാര്യം ചെയ്യ്, നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് പോയി സ്ലീപ്പ്. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, വിഷമിക്കാതെ. ഇതിന് ഇവിളി പറഞ്ഞ ഒരു ശബ്ദവും ഇല്ലല്ലോ. ഇതിനാണ് അവള് ഡോറ് കയറണമെന്ന് പറഞ്ഞ് കിടന്ന് പറഞ്ഞത്. ഞാൻ ഒരു ഒച്ചയും കേട്ടില്ല. ഇതെന്നാ ചേട്ടാ, ഈ ഡോറിനെ എണ്ണ ഏൽപ്പിച്ച് കുളിപ്പിക്കാൻ പോകണം? അല്ലടാ, ഈ ഡോറ് ഭയങ്കര ഒച്ചയാണെന്ന് പറഞ്ഞ് റിൻസി ഇത് രാവിലെ പരാതി പറഞ്ഞു. എന്നാ അതങ്ങ് തീർത്താക്കാം. ഇപ്പൊ ഒരൊച്ചയില്ല കണ്ടോ? ഇതെന്തിനാ ചേട്ടാ ഈ പേപ്പർ? അത് ഈ വാതിലേൽ ഒട്ടിക്കാനാടാ. ഇത് രണ്ടും ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ മലയാളികൾ എങ്ങനെ വായിക്കും? അത് മലയാളം മാത്രം അറിയാത്തവർക്ക് വായിക്കാനാ ആ താഴെ എഴുതിയാക്കണേ. ഒരുമാതിരിക്കാർക്കൊക്കെ മനസ്സിലായിക്കോളൂ. പിന്നെ വല്ല കറണ്ട് അടിച്ച് ആകട്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിയാക്കണേ. ഈ ചിരിക്കുന്ന തലയോട്ടി ഞാൻ ആദ്യമായിട്ട് കാണുമോ? അതെ, നിന്നെ പരിചയമുള്ളതുകൊണ്ടാ ആ തലയോട്ട് ചിരിക്കണം. ഈ ബെല്ലിന് എന്നാ കുഴപ്പമുണ്ടെന്നാ പറഞ്ഞത്. ഇതിന്റെ പേര് റിൻസി എനിക്ക് ചെവിതല തന്നിട്ടില്ല. അതെ കണ്ടോ, നല്ല ഒന്നാന്തരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ
ഈ ബെല്ല് ഇവിടെ ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുമോ? അതിന് നീ ഇങ്ങോട്ടെങ്ങാനും നോക്കാറുണ്ടോ? നീ വന്നപടി അങ്ങ് കയറി പോവല്ലേ. ഈ ബെല്ല കറണ്ട് അടിക്കുമെന്നും പറഞ്ഞ അവള് പറയണേ. എനിക്ക് ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. നീ ഒന്ന് ഞെക്കി നോക്കിയോടാ. എന്നാടാ അടിച്ചോ? ഷോക്കുണ്ട്. എന്നിട്ട് എന്നടാ എനിക്കടിക്കാത്തേ? അത് ചിലപ്പം വല്ല മനുഷ്യന്മാരെ അടിക്കുന്ന ഷോക്കായിരിക്കും. അത് ശരിയായിരിക്കും. അച്ചായോ ആ എണ്ണക്കുപ്പി എന്തി? അതാ കുപ്പിക്ക് അത് ശകലം ഉണ്ടാകുന്നുള്ളൂ. ഞാനതാ ഡോറെ തേച്ചു. എങ്ങനെയുണ്ട്? ഷവറിന്റെ പ്രശ്നം സോൾവ് ആയില്ലേ? ഓ കൊള്ളാം, നല്ല പണി. പല വിധത്തിലുള്ള ഷവർ കണ്ടിട്ടുണ്ട്, പക്ഷെ പറുതായിട്ട ഒരു ഷവറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നിട്ട് എന്തുവാ കുറേ ഡക്ട് ടേപ്പ് അവിടെ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇതാണോ ഫിക്സിങ്? ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ചെയ്യിച്ചൂടെ ഇത്? അതെ, ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലൊരാളെ വിളിച്ച് ചെയ്യിക്കണ പോലെ അല്ല. ഇവിടെ ഒരുത്തനെ വിളിച്ചാൽ മണിക്കൂറിന് $60 വെച്ചാൽ കൊടുക്കണം. മനസ്സിലായോ? അവൻ വന്നാൽ തന്നെയോ ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ അവൻ ഈ വീട്ടിലെ പൈപ്പ് സെറ്റ് മൊത്തം മാറ്റണം എന്ന് പറയും. എൻ്റെ കയ്യിലില്ല കാശ് കൊടുക്കാനൊന്നും. എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ശമ്പളം മുഴുവനും വാട്ടർ ബില്ലായിട്ട് അങ്ങ് കൊടുക്കാം. കഴിഞ്ഞ മാസത്തെ ബില്ല് എത്രയെന്ന് അറിയുമോ? $200. ഒരു വിശ്വസനായ ഒരാളെ വിളിച്ചങ്ങ് ചെയ്യിച്ചൂടെ? ഞാൻ ഏതായാലും വെറോണിക്കയുടെ ഒന്ന് ചോദിക്കട്ടെ, അവൾക്ക് പരിചയമുള്ള പ്ലംബർമാരെയോ വല്ലതും അറിയാവോ? നിന്റെ വെറോനിക്കയുടെ തായൊന്നും വേണ്ട, അല്ലാതെ തന്നെ ആരെങ്കിലും വിളിച്ച് ഞാൻ ചെയ്യിച്ചോളാം. എന്നാ പറഞ്ഞാലും ഒരു വെറോനിക്ക, അതിനെ അവിടുന്ന് സ്ഥലം മാറ്റിക്കാൻ ഞാൻ ഭർത്താവിന് 2-3 മെഴുകുതിരി കത്തിച്ചതാണ്. $70 per hour, right? Okay, when you available? Next week? Okay, I will call you back. Thank you. എടാ ഗിരിഗിറി, നമുക്ക് ഈ ഇൻഷുറൻസ് പണിയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ, വല്ല പ്ലംബിങ് പണിക്കും പോവാം. ഇതിനാണ് മണിക്കൂറിന് $70-80 വെച്ച് മേടിക്കാം. മനസ്സിലായോ? ഒരുത്തനെ വിളിച്ചിട്ടേ അവൻ $70, പിന്നെ അടുത്ത ആഴ്ച അവൻ വരുള്ളൂന്ന്. ഡിഗ്രി ഒക്കെ എടുത്ത് എങ്ങനെയാ പ്ലംബിങ്ങിന് പോണേ? ന്യൂയോർക്ക് ഗവർണറുടെ ജോലിക്ക് ഒരു മലയാളം BA-ക്കാരനെ വേണമെന്ന് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. നീ ഒന്ന് നോക്കുന്നോ? വേറെ തന്നെ വിളിച്ച് നോക്കട്ടെ. വാൻഡ പ്ലംബിംഗ്. ഹലോ, ദിസ് ഈസ് വാൻഡ പ്ലംബിംഗ്. മൈ നെയിം ഈസ് ജോർജ്. I need one guy for plumbing and electricity work. How much is your hourly charge? $30? Okay. When you available? Tomorrow morning? Okay, that's fine. Okay, who coming tomorrow morning? Kovalenya? You have my address? Oh, you can have my address from my phone number, right? Okay, I will see him tomorrow morning. Thank you very much. കേട്ടോടാ, നമ്മളൊരു ശകലം മെനക്കെട്ടാൽ ഈ റേറ്റും മറ്റും പകുതിയായിട്ട് ചുരുങ്ങും. ഇച്ചിരി മുമ്പ് ഒരുത്തനെ വിളിച്ചപ്പോൾ $70 ആവും പറഞ്ഞ്. ഇപ്പം $30 ഒരുത്തൻ, അത് നാളെ രാവിലെ വന്ന് പണി ചെയ്തു തരാമെന്ന് പറഞ്ഞു വെക്കുക. കേട്ടോ? Hello. I am Gregory. I am his brother. Brother, family, good family. Okay, what is the plumbing problem? I have much experience in this sort of work with many places. What will be the problem that I will be fixing? സ്പാനിഷാണോ? എനിക്കൊന്നും മനസ്സിലാവില്ല. You know English? Oh, you know English? No, you know English? Oh, yeah, I know English. Okay. What is your name? Your name? Kovalainen. Kovala. Where you from? What is your
കൺട്രി Finland. ഇംഗ്ലണ്ട് No, Finland. അത് ഈയിടെ ഉണ്ടായ ഏതാണ്ട് രാജ്യമാണെന്ന് തോന്നലോടാ, ഞാനും കേട്ടിട്ടില്ല. ഏതായാലും വേണ്ടിയല്ല, പട്ടിപ്പിടുത്തക്കാരൻ്റെ വേഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവനെ കൊണ്ടൊന്ന് പണീസ് നോക്കാം. ഓക്കെ. Okay, first thing, I go 1 minute over 1 hour, I charge for full hour. So, 1 o'clock, $30. 1 minute o'clock, $60. Okay? ചേട്ടായിക്ക് വല്ലതും മനസ്സിലായോ? 1 മണിക്കൂറിന് $30. 1 മിനിറ്റ് കൂടിയാ $60 ഇവൻ ചാർജ് ചെയ്യുന്ന പറഞ്ഞ. അത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തീർക്കാം. നീ ഇങ്ങോട്ട് ഒന്ന് കൂടി കൊടുത്താൽ മതി. ദാറ്റ്സ് ഓക്കെ. Okay. ഓക്കെ. ദ പ്രോബ്ലം നമ്പർ 1, ഓവർഹെഡ് പൈപ്പ് മേക്കിംഗ് സൗണ്ട്. Overheat pipe leaking. നോ. അപ്സ്റ്റേഴ്സ് ഓവർഹെഡ് പൈപ്പ്. Overhead pipe leaking. ചേട്ടായിയുടെ ഇംഗ്ലീഷ് ഇവന് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഇംഗ്ലീഷേ ഉള്ളൂ ഇവന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പൊട്ടന്മാരുടെ ഭാഷ ഏത് രാജ്യത്തും തുല്യ. നീ തന്നെ പറഞ്ഞു കൊടുത്തോ മതി. ഓക്കെ. കം സിറ്റ്. Thank you. Kovalin, you want couple? No, thank you. The real problem is water coming from outside, no sound. എടാ, നീ ഇതിനാ പുഴയെന്ന് വെള്ളം വരുമ്പോൾ തൊട്ടുള്ള കഥ വിസ്തരിക്കണത്. റിയൽ പ്രോബ്ലം മുകളിലല്ലേ? അവൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ വാച്ചെ നോക്കി കണ്ടോ? ഇപ്പോൾ 1 മണിക്കൂറാവും. പെട്ടെന്ന് പറ. Kovalin, water coming from outside, no sound. Water here, silent, no sound. Water go upstairs, sound. So sound is from overhead pipe. Okay, well, let's go take a look. Your brother, he don't speak English. Little bit. ചേട്ടായി, വെള്ളം നിൽക്കുന്നില്ല, അതല്ലേ പ്രശ്നം. അതെ. Kovalin, 1 flush, water going, but water no stop. Then going. When water will come, Chetai shock. Lot of water going. Well, everything old. Need replacing. ഓ, ഇത് പുറത്ത് കളയണമെന്നാണ് പറയുന്നത്. അത് അവൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഗോവാലൻ ഫിക്സ് ചീപ്പ്. Fix, adjust, cheap, adjust, fix, you know. Okay, I see what I can do. നീ ചായ ഒന്ന് വേഗം കുടി. ഇത് മണിക്കൂർ 2ആയി. Wrong tool. ഇവൻ ഈ പെട്ടി അകത്ത് കൊണ്ട് വെച്ചോണ്ട് ചെയ്യാൻ മേലേ. എന്നാ പിന്നെ ഇതിനു വേണ്ടി വന്ന സമയമെങ്കിലും സേവ് ചെയ്യാറുണ്ടല്ലോ. ഇവൻ ഈ പണി വല്ല അറിയാവോ? അതോ അതെല്ലാം കൂടെ കുളമാക്കുമോ ഇനി ഉള്ളതും കൂടെ? ആണ്ടെ വീണ്ടും വന്നു. Wrong tool. തുരുമ്പെടുത്ത കുറേ സാധനമുണ്ട്. Paulina! Yeah! Congratulations! Oh, good. It's my sister. She have boy baby. Baby boy? Yeah. Oh, good luck. Oh, thank you. Yeah. Oh, can I use your phone? Your phone. Thank you. Okay, Paulina. Yeah. I call you back. നീ എന്തിനാടാ ഫോൺ കൊടുത്തത്? എടാ, ഇന്ത്യക്ക് വിളിക്കണമെങ്കിൽ 5 പൈസയ്ക്ക് ഒന്നും നിൽക്കുകയല്ല ഇവൻ്റെ നാട്ടിലേക്ക് വിളിച്ചാ. I see. You try. Sometimes you need to press twice. First time, maybe you're not sure. Second press, then water flows. Saving water. Wow. Okay, water flows.
ചേട്ടായി ഈ കമ്പ്യൂട്ടറിലൊക്കെ ചോദിക്കുന്ന കണക്ക് ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് അതുപോലെ ലോട്ട് ഓഫ് വാട്ടർ സേവിങ്. ഡോർബെൽ നോട്ട് വർക്കിംഗ്. Okay, I take a look. No. Shock, it's shock. Shock. Electric shock? Yeah. No. From doorbell, no. No, cannot get electric shock just from pressing button. No. Let's see if... Okay. I told you. It's shock. Yeah. Whew. Must be careful. So where are you from in Finland? Oh, from just outside Helsinki. It's very beautiful. I'm from India. Yeah? Lot of coconut tree. Oh? Yeah. Coconut? Yeah, it's beautiful. Yeah? So how is your sister baby? Oh, she is good. Yeah. Are you married? No. I'm also not married. Yeah? Yeah, I'm looking for married. Well, good luck. Okay, I tried, but it cannot be fixed. It must be replaced. നോ റിപ്പയർ. No. Garbage? Garbage. Garbage. യു ഹാവ് ന്യൂ വൺ. Yeah. We have for $25. $25. You want? കുറയ്ക്കാൻ പറ. Has batteries, no shock. No shock. You want? Yeah. Yeah. Good. Has a choice of 3 tunes. You have Yankee Doodle, or Jingle Bells, or the Macarena. Okay. There you go. Right. And the button comes out here. Okay. എല്ലാ പൈപ്പും പഴയ കാലുഭാഷ തള്ളയുടെ അതേ പ്രായമുള്ളതാ. പിന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ കാശ് ചിലവായിരിക്കണേ? എത്ര കൂട്ടിയിട്ടോ കണക്കങ്ങ് ശരിയാവണില്ലല്ലോ. ഇപ്പോഴും ഒരു 15 പൈസയുടെ വ്യത്യാസമുണ്ട്. ആ പാട്ട് നിന്നോ? തലവേദന എടുത്തിട്ട് വീണ്ടും തുടങ്ങി. ധാരപ്പ ഈ നേരത്ത്. യെസ്, കമിൻ. ഹലോ, ഐ എം രാമകൃഷ്ണ. ഐ എം ജോർജ് തേക്കുംപൊടിൽ. പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഏജന്റ്? അതെ. ഞാൻ ഉങ്ങള് ഒരു വാട്ടി വാഷിംഗ്ടണിൽ ഇരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ. ഓ, ഓർക്കുന്നു. സാറ് പുതിയ വല്ല സ്പെല്ലിംഗ് കണ്ടുപിടിച്ചോ? ഇന്ന് ഞാൻ വാഷിംഗ്ടണിലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ അടുത്ത് ഈ സെയിം ബ്ലോക്കിൽ തന്നെ ഒരു വീട് വാങ്ങി. ഓ, അത് ശരി. താങ്ക്സ്. ചായ? നോ താങ്ക്സ്. ഇപ്പൊ ഒരു കാഫി കുടിച്ചേ ഉള്ളൂ. ഇവിടെ നൈബേഴ്സിനെ ആരെയും പരിചയപ്പെടുത്തില്ല എന്ന് വെച്ച് വൈഫ് 2 ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഐ മീൻ മനസ്സിലായി. തല തിന്നോണ്ടിരിക്കുകയാണ്. കറക്റ്റ്. നിങ്ങൾക്ക് തമിഴ് തെരിയുമാ? തെരിയില്ല. പക്ഷെ ഭാര്യ എന്ന് പറഞ്ഞപ്പം എനിക്ക് തെരിഞ്ഞു. അല്ല, എന്നാലും ആ ഇറ്റാലിയൻസ് ആ വീട് വിറ്റതേ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിട്ട് എന്നെ എടുക്കാനാ? അല്ല, ഒന്നുമില്ല. എന്നാലും വാഷിങ്ടണിൽ നിന്ന് ആ അയ്യരത് വന്ന് മേടിച്ചല്ലോ. ആ പാട്ട് കേട്ട് തലവേദന എടുക്കുന്നു. പുറത്താരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗിരിഗിരിയാ. അവൻ ഇപ്പം അവല്ലടിക്കും. എടാ അടിക്കല്ലേടാ. അടിച്ചു.